നമുക്കിന്ന് ചിരങ്ങ കൊണ്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കാം. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. ചിരങ്ങ ചുരങ്ങ എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള തോരൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ജീരകം, അതേപോലെ കുറച്ച് തേങ്ങ, പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിനെ ചെറുതായിട്ട് കട്ട് ചെയ്താണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതന്നെ കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അതിനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ചെറിയുള്ളി തന്നെ ഉപയോഗിക്കട്ടെ, സവാള ഉപയോഗിച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ചെറിയുള്ളിനെ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ, ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട്. എന്നിട്ട് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ കുറച്ച് ഉപ്പ് മതിയാവും, കാരണം ചിരങ്ങയിലേക്കൊന്നും ഒരുപാട് ഉപ്പ് വേണ്ട. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണിലും കുറവാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഇത്രേ ആവശ്യമുള്ള പൊടികൾ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ സാധാരണ ചിരങ്ങ ഉണ്ടാക്കുമ്പോൾ പൊടികളൊന്നും ചേർക്കാറില്ല അല്ലേ, പൊടികൾ മീൻസ് മുളക് പൊടിയൊന്നും ചേർക്കില്ലല്ലോ. ഇനി നമുക്ക് ചിരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 1/2 ഭാഗം ചിരങ്ങ എടുത്തിട്ടുള്ളത്, അതിന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് ചെറിയ പീസ് ആക്കണം എന്നില്ല കേട്ടോ, ഞാനിതൊന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയ പീസാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ വേഗം കുക്കാവും, എന്നാലും ഞാൻ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. കാരണം നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ വലിയ പീസായിട്ട് കട്ട് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. എന്തായാലും ഞാൻ ചിരങ്ങ കട്ട് ചെയ്ത് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചിരങ്ങ വേവാൻ അധികം ടൈമൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിരങ്ങ ഏകദേശം കുക്കായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടില്ല, ഒരു 80% കുക്കായിട്ടുണ്ട്. ആ സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയും എല്ലാം കൂടി ചതച്ച് വെച്ചിട്ടില്ലേ, ആ മിക്സ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഫൈനായിട്ട് നമ്മളിത് അരക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും, സാധാരണ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കി ചിരങ്ങ വേവാനുള്ളത് വേവുകയും ചെയ്യും, ഈ തേങ്ങയുടെ ടേസ്റ്റൊക്കെ എല്ലായിടത്തും എത്തും. അതേപോലെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് റെഡിയാക്കാൻ. പിന്നെ തേങ്ങ ഒരുപാട് ചേർക്കരുത് കേട്ടോ, ഒരുപാട് ചേർത്താൽ ഒരു കുഴഞ്ഞു പോയ പോലെയാവും. തേങ്ങ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. സാധാരണ നമ്മൾ ചിരങ്ങ ഉണ്ടാക്കാത്തൊരു രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.